പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും നസീമിൻ്റെ റൂഹിനെ പടച്ച റബ്ബ് പിടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മരണമാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നസീം എന്ന 50 വയസ്സുകാരൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? എവിടുന്നാണ് മരണപ്പെട്ടത്? മലയാളികളായ ഒരു പറ്റം ആളുകളെ ഉംറക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ ബസ്സിലെ ഡ്രൈവറായിരുന്നു നസീം. നസീമിൻ്റെ മരണമാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. അവൻ അറിയുന്നില്ല ഞാൻ ഇപ്പോൾ മരണപ്പെടുമെന്ന്. ഉംറ തീർത്ഥാടകരെയും കൊണ്ട് പോവുകയായിരുന്നു. 40-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ആ ബസ്സിൽ. പക്ഷേ പടച്ച റബ്ബിൻ്റെ കാവൽ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെയൊന്നും സമയം അവിടെ ആയില്ല. നസീമിനെ ആയിരുന്നു ആവശ്യം. പടച്ച റബ്ബിൻ്റെ തീരുമാനം അതായിരുന്നു. പടച്ച റബ്ബിൻ്റെ തീരുമാനത്തെ ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. മോർച്ചറിയിൽ നിന്നും ജീവൻ ലഭിച്ച ഒരു വ്യക്തിയെ കണ്ണൂരിലെ AKG ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുത്തി വീട്ടിലെത്തി ഒരാഴ്ചയാകുമ്പോഴേക്കും ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി. അവൻ്റെ മരണം പടച്ച റബ്ബ് തീരുമാനിച്ചതാണ്. പടച്ച റബ്ബിൻ്റെ മരണക്കണിയിൽ നിന്നും ആർക്കും രക്ഷയില്ല. അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞ് കണ്ണൂരിലെ AKG ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഇയാളുടെ ഹൃദയമിടിപ്പ് കാണുന്നത്. അങ്ങനെ എത്രയും പെട്ടെന്ന് അയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 2-3 ദിവസം കൊണ്ട് അയാൾ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷേ വീട്ടിലെത്തി 2 ആഴ്ച ആകും മുന്നേ അയാൾ മരണപ്പെട്ടു. അത് വാർത്തകളിലൊക്കെ വന്നതാണ്. എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഇത് പടച്ച റബ്ബിൻ്റെ തീരുമാനമാണ്. 40 പേരിൽ മേലെ ആളുകളെയും കൊണ്ടുപോകുന്ന ബസ്സായിരുന്നു ഈ നസീമിൻ്റേത്. ഉംറ കർമ്മം കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ച രാവിലെ റിയാദിലേക്ക് തിരിച്ച ബസ് വഴിയിൽ വെച്ച് നിയന്ത്രണം വിടുന്നത് അസിസ്റ്റന്റ് ഡ്രൈവറായ ഒരാൾ കാണുകയായിരുന്നു. എക്സ്പ്രസ് ഹൈവേയിലൂടെ പോകുന്ന ബസ് ഏറ്റവും വേഗത കൂടിയ ട്രാക്കിലൂടെയായിരുന്നു ഇവർ പോകുന്നത്. അതിനിടയിലാണ് ബസ്സിൻ്റെ നിയന്ത്രണം വിടുന്നത് ഈ അസിസ്റ്റന്റ് ഡ്രൈവർ കാണുന്നത്. ഉടനെ തന്നെ നിയന്ത്രണം വിട്ട ബസ് ഈ അസിസ്റ്റന്റ് ഡ്രൈവർ നിയന്ത്രിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു പറ്റം മലയാളികൾ രക്ഷപ്പെട്ടത്. പടച്ച റബ്ബിൻ്റെ കാവൽ അവർക്കുണ്ട്. ഈ കുഴഞ്ഞു വീണ നസീമിനെയും കൊണ്ട് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു എന്ന് അവർ പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരുടെ കുടുംബത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. ഈ നിസാമിൻ്റെ കുടുംബം 40-ലേറെ ആളുകൾ രക്ഷപ്പെട്ടു എങ്കിലും ഒരു ജീവനും വിലയുണ്ട്. അയാൾക്കും ഒരു കുടുംബമുണ്ട്. ആ ഒരു കുടുംബത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടം തോന്നുന്നത്. എന്തൊക്കെയോ ആഗ്രഹങ്ങളും മോഹങ്ങളും ബാക്കി വെച്ചായിരിക്കും പ്രവാസ ലോകത്തേക്ക് വന്നിട്ടുണ്ടാവുക. ഓരോ പ്രവാസികളും ആഗ്രഹിക്കുന്നത് തൻ്റെ കുടുംബത്തിന് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിച്ചുകൂട്ടി അവസാനം ജീവനില്ലാത്ത ശരീരവുമായി വന്ന എത്രയെത്ര ആളുകളെ നമ്മൾ കണ്ടു. അറ്റാക്കായും കുഴഞ്ഞു വീണും അല്ലാതെയും മരണപ്പെട്ടു പോയവർ ഒട്ടനേകം. പടച്ച റബ്ബ് അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും റഹ്മത്തും പടച്ച റബ്ബ് ചൊരിഞ്ഞു കൊടുക്കട്ടെ. 5 വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസായി നാട്ടിൽ വരാനിരിക്കുന്ന പ്രവാസി പെട്ടികെട്ടി കിടന്നതാ. പിന്നെ എഴുന്നേറ്റില്ല, മരണപ്പെട്ടു. 5 വർഷമാണ് പോയി കിട്ടിയത്. അവൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാനുള്ള 5 വർഷം അവിടെ പോയി കിട്ടി. ഇതാണ് പ്രവാസികളുടെ ജീവിതം. നാട്ടിൽ വരെ അറിയിക്കാതെ വരാനിരുന്നതാ ഈ 5 വർഷം പ്രവാസിയായി കഴിഞ്ഞവൻ. പെട്ടിയും കെട്ടി കിടന്നു, രാവിലെ ഉണർന്നില്ല. അവസാനം പെട്ടിയിലാക്കി ജീവനറ്റ ശരീരവുമായി നാട്ടിൽ വന്നപ്പോൾ ജനപ്രവാഹമായിരുന്നു കാണാൻ. അങ്ങ് ദുബായിൽ നിന്നും ഒരുത്തൻ്റെ മയ്യത്ത് വരാനുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ വീട്ടിലെ അലർച്ച ആളുകൾ കേൾക്കുന്നില്ല.
ആ കുഞ്ഞു മക്കളുടെ കരച്ചിൽ ആളുകൾ കാണുന്നില്ല. അത്രയ്ക്ക് ജനമായിരുന്നു, അത്രയ്ക്ക് ജനപ്രവാഹമായിരുന്നു ആ ഒരു മയ്യത്തിനെ കാണാൻ. 5 വർഷമായിട്ടും കാണാത്ത സുഹൃത്തിനെ കാണാൻ അവൻ്റെ സ്നേഹിതന്മാരൊക്കെ അങ്ങ് തടിച്ചുകൂടി. ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ആ പരിസരമാകെ നിറഞ്ഞപ്പോൾ ആ വീട്ടിലുള്ള അലർച്ച ആരും കേൾക്കുന്നില്ല. അവൻ്റെ പ്രിയതമയുടെ തേങ്ങലാരും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു പ്രവാസിയുടെ ജീവിതം. പ്രവാസികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സമാധാനവും സന്തോഷവുമാണ്. ഇത് രണ്ടും കിട്ടാതിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ മരണപ്പെടുന്നത് എങ്ങനെയാണ്? അറ്റാക്ക് മൂലം തന്നെയല്ലേ? വെറും അറ്റാക്ക് മൂലം മരണപ്പെട്ട എത്ര പ്രവാസികളെ നമുക്കറിയാം. നിരവധി പ്രവാസികളാണ് ദിവസേന അറ്റാക്ക് മൂലം മാത്രം മരണപ്പെടുന്നത്. വീട്ടിൽ നടക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടങ്ങളും കടബാധ്യതകളും ആ പ്രവാസ ലോകത്ത് നിന്നും അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതൊന്ന് അനുഭവിച്ചാലേ മനസ്സിലാകൂ. അവരവിടെ അഭിനയിക്കുന്ന പ്രയാസങ്ങൾ കൂടാതെ നാട്ടിലുള്ള ഫോൺ കോളുകളും വിഷമങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും കൊണ്ട് നിറഞ്ഞ അവരുടെ ആ ഒരു ജീവിതത്തിൽ വേറെ എങ്ങനെയാണ് അവർ മരണപ്പെട്ടു പോകേണ്ടത്? പ്രവാസികളുടെ മരണം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, മിക്ക പ്രവാസികളും മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്ക് മൂലം മാത്രമാണ്. എത്ര സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ടാകും അറ്റാക്ക് മൂലം? വളരെ കുറവായിരിക്കും. അറ്റാക്ക് മരണം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ആങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ്. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് സമാധാനവും സന്തോഷവുമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റൂ. പടച്ച റബ്ബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസിയാണ് റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം ഇവർക്ക് നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുത്താനാക്കല്ലേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇസ്സത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. റബ്ബേ, ഒരുപാട് പ്രവാസികൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ. ആ പ്രവാസികൾക്കൊക്കെ നീ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ. ഇസ്സത്ത് കൊടുക്കണ റബ്ബേ. റഹ്മത്ത് കൊടുക്കണ റബ്ബേ. നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ജീവിച്ച് സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതവും മരണവും നീ കൊടുക്കണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ തട്ടിക്കളയല്ലേ റബ്ബേ. നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.